കുടുംബത്തോടൊപ്പം പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധമുണ്ടായിരുന്നല്ലേ? എന്നാൽ ഇക്കാലത്ത് വീട്ടുകാർ ഒപ്പമുണ്ടെങ്കിലും നാട്ടിലിറങ്ങി നടക്കാൻ ഭയപ്പെടേണ്ട സാഹചര്യമാണ്. ലഹരി മാഫിയയും ക്രിമിനൽ സംഘങ്ങളും ഭീതി വിതയ്ക്കുന്നു, അക്രമം അഴിച്ചുവിടുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പട്ടാപ്പകലാണ് ദമ്പതിമാർക്ക് നേരെ ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ 3 അംഗ സംഘം ദമ്പതിമാരെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആക്രമണത്തിൻ്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മോഷണം, ലഹരിക്കടത്തുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ സംഘത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാണ്. ചിറ സ്വദേശികളായ ഹക്കീം, ഭാര്യ ഷഹീന ഉസ്മാൻ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. കാട്ടാക്കടയ്ക്ക് പൂവച്ചലിന് സമീപം നക്രാഞ്ചിറയിലെ പെട്രോൾ പമ്പിലായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 അംഗ സംഘം ദമ്പതിമാരെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും കുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആര്യനാട് നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് 3 അംഗ സംഘം ദമ്പതിമാരെ തടഞ്ഞത്. മാരകായുധം കാട്ടി ഭീഷണിപ്പെടുത്തിയതോടെ ദമ്പതിമാർ ബഹളം വെച്ചു. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയതോടെ അക്രമികൾ ബൈക്കിൽ കയറി സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മോഷണം, ലഹരിക്കടത്ത് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളും കണ്ടല ഉമ്മൻകുഴി സ്വദേശികളുമായ ഹുസൈൻ, അഫ്സൽ, ഹസൻ, ഹാജ എന്നിവരാണ് അക്രമത്തിന് പിന്നിലെന്ന് ദമ്പതിമാർ നൽകിയ പരാതിയിൽ പറയുന്നു. പ്രതികളായ ഹുസൈനും ഹസനും നിലവിൽ വിഴിഞ്ഞത്താണ് താമസിക്കുന്നത്. സംഭവത്തിൽ ഷഹീന ഉസ്മാൻ നൽകിയ പരാതിയിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.